അവന് വിശുദ്ധി ഉണ്ടാകുവാന് നമ്മളെ എല്ലാവരും ഈശോ തെരഞ്ഞെടുത്ത. അപ്പം അങ്ങനെ ഈശോ തെരഞ്ഞെടുത്ത നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചില തടസ്സങ്ങളൊക്കെ വരും. അപ്പൊ അതിനുള്ള തടസ്സം എന്താണ്? അതിന്റെ മെയിൻ തടസ്സം എന്ന് പറയുന്നത് പാപമാണ്. അപ്പൊ ആ പാപം ഏതൊക്കെ മേഖലയിൽ എങ്ങനെ നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ഷർട്ട് നിങ്ങൾ നോക്കുക, എന്റെ ഷർട്ട് ഫ്രണ്ടിൽ ഒരു അഴുക്കില്ലെന്ന് വിചാരിക്കുന്നു, പുറകിൽ അഴുക്കുണ്ട്. ഇത് ഞാൻ പുറകിൽ അഴുക്കുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എന്നിൽ ഒരു കുഴപ്പമില്ല, ഫ്രഷ് ആണല്ലോ എന്നാ. പക്ഷെ ഈശോയുടെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മളിലുള്ള കുറവുകൾ കാണുന്നത്. അപ്പോഴാണ് അയ്യോ എനിക്ക് ഇത്രയൊക്കെ കുറവുണ്ടായിരുന്നോ. അപ്പൊ നമ്മൾ എന്നെയും അതനുസരിച്ച് ശരീരത്തിൽ അഴുക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തി കുളിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേർതിരിക്കുന്നത്, അങ്ങനെയാണ് കുളിക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് പോലെ. നമ്മുടെ ശരീരത്തിൽ ഇത്ര അഴുക്കുണ്ടെന്ന് നമ്മൾ കഴുകുമ്പോൾ അതനുസരിച്ച് ഈശോയ്ക്ക് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഇത് നിങ്ങളെല്ലാം കുടിച്ചു കാണുമല്ലോ. ഇതിനകത്ത് ഈ മെഹീൻഡ ഇങ്ങനെ പറഞ്ഞ സാധനമുണ്ട്. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ കുറെ ചാണകം ഇട്ട് കലക്കിന്ന് വിചാരിക്കാം. എന്താണ്, നിങ്ങൾ ബലമൊന്നും പിടിച്ചിരിക്കും, സിമ്പിൾ ആയിട്ട് കേട്ടോ. ചാണകം ഇട്ട് കലക്കിന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ മെരിൻഡ എന്ന് പറയുന്ന സാധനം ഈ കുപ്പിക്കകത്തുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സാധനം ഇതിനകത്തില്ലേ? അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് പറയുന്നല്ലേ, നമ്മുടെ ഉള്ളിൽ ഈശോ തന്ന ആത്മാവും ഉണ്ട്, നമ്മളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ആത്മാവിൽ പാപം ചേർന്നിരുന്ന ഈശോയ്ക്ക് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഈ പ്രാർത്ഥനാ ജീവിതത്തില് അല്ലെങ്കിൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മുടെ ഉള്ളിൽ തടസ്സം വരുന്ന ഒന്നാണ് പാപം. ആ പാപത്തിന് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും കൈകളിൽ എപ്പോഴെങ്കിലൊക്കെ ഈ ചൂടുകാപ്പി വീണോ, അല്ല കൈ പൊള്ളുകയോ ചെയ്തിട്ടുള്ളതിന് കൈ എടുത്തുകയെ, ചൂടുവെള്ളം കാപ്പി വീണോ കൈ വെക്ക്, ആരെയും കൊണ്ട് വിളിക്കാനല്ല, പൊള്ളിട്ടുണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പൊ തിളച്ചിരിക്കുന്ന ചൂടുകാപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി കൈ ഇടുവോ? എന്തുകൊണ്ട് ഇടുവല്ലാത്ത പറ? പൊള്ളും. അപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ കൈയിട്ടാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല, ചൂടുവെള്ളത്തിൽ കൈയിടത്തില്ല. പക്ഷെ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പാപം നമ്മളെല്ലാവരും, ഞാനും ഓരോരുത്തരും ചെയ്യുന്നത് രണ്ട് കാര്യം. ഒന്ന്, അജ്ഞത കൊണ്ട് ചെയ്യും, അതായത് അറിവില്ലായ്മ കൊണ്ട്. രണ്ട്, പാപത്തിലേക്ക് എപ്പോഴും നമ്മളെ നയിക്കുന്ന ഒന്നാണ് സുഖം. കണ്ണിന്റെ സുഖമായിരിക്കാം, സംസാരത്തിന്റെ ആയിരിക്കാം, ശരീരത്തിലേക്ക്. ഈ സുഖമാണ് നമ്മളെപ്പോഴും പാപത്തിലേക്ക്. പാപത്തിന് സുഖം ഇല്ലെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് പോകത്തില്ല. അപ്പൊ പാപം എപ്പോഴും നമ്മളെ നയിക്കുന്നത് ഈ സുഖത്തിലേക്കാണ്. അപ്പൊ നമുക്കറിയാം, മീനെ പിടിക്കാൻ ചൂണ്ടയിടുന്നവരുണ്ട്. മീനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് ഇരയോ തീറ്റയോ വെക്കും. മീൻ ഓടി വരുമ്പം ഈ തീറ്റയാണ് കാണുന്നത്. പക്ഷെ ആ തീറ്റയുടെ പുറകിലുള്ള കൊളുത്ത് മീൻ കാണുകയല്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ പോകുമ്പോൾ പാപത്തിന് സംസാരിക്കാൻ നല്ല സുഖം, കാണാൻ നല്ല സുഖം, ആ സുഖമുണ്ട്. അതിനകത്ത് ഈ പാപം നമ്മളെ അടിമയാക്കിയിടും. അടിമയുടെ പ്രത്യേകത എന്നാന്നറിയോ? അടിമ യജമാനന്റെ അനുസരിച്ചേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അടിമയ്ക്ക് സ്വയം ഇഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ അടിമ ആയിക്കഴിഞ്ഞാൽ പാപം, വചനം പറയുന്നത് ഇങ്ങനെ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ അടിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അടിമയ്ക്ക് സ്വയം സ്വതന്ത്രനാകാൻ പറ്റത്തില്ല, യജമാനൻ സ്വന്തം. അപ്പൊ ആ യജമാനിൽ നിന്ന് സ്വതന്ത്രനാകാനാണ് ഈശോ വന്നത്. അപ്പൊ പാപം നമ്മളെ അടിമയാകും. നമ്മൾ ആഗ്രഹിക്കും അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം, അല്ലെ ഇത് വേണ്ടെന്ന് എനിക്ക് വെക്കാം. പക്ഷെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അതിൽ നിന്ന് വിട്ടുവരാൻ തോന്നത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പല സാധനങ്ങൾ ഒഴുകി വരുക. അപ്പൊ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഇവർ നീന്തി പോയി പിടിക്കുക. അങ്ങനെ പോയപ്പോൾ വലിയൊരു കറുത്ത ചാക്കേട്ട് വരുന്നുണ്ട്. ചാക്കേട്ട് വന്നപ്പോൾ ഈ വ്യക്തി അത് വലിയൊരു സാധനമായിരിക്കും പറഞ്ഞ് ഇവ പോയി നീന്തി പിടിച്ചു. അപ്പൊ കരയുന്നൊരു ചേട്ടൻ പറഞ്ഞു, എടാ അതിനെ പിടിക്കണ്ട, നീ അതിനെ വിട്ടാക്കാൻ പറഞ്ഞു. ആ ചേട്ടൻ അവിടുന്ന് അകലെ നോക്കിയപ്പോൾ പറഞ്ഞു അത് വലിയൊരു കരടിയായിരുന്നു വെള്ളത്തിൽ ഒഴി വരുന്നത്. അപ്പം അവൻ പറഞ്ഞു, ഈ പിടിക്കാൻ പോയവൻ പറഞ്ഞു, ഞാൻ പിടിവിട്ടു, ഇതിനെ പിടിച്ചില്ല, പിടിവിട്ടു, പക്ഷെ ഇതെന്നെ വിടുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിലേക്ക് പോയിക്കുമ്പം ആദ്യ സുഖം കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ കുറച്ച് നമ്മളെ അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോയി, എല്ലാം പോയി, പിന്നെ നമുക്ക് ഇതിന് കിട്ടത്തില്ല. അപ്പൊ പാപം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, പാപത്തിന് സുഖമുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ദൈവം പറഞ്ഞ്, ഇപ്പം പാപം, ഞാന് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. വണ്ടി ഓടിച്ചു പോയ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ വണ്ടി നേരെ വലിയൊരു തോട്ടിലേക്ക് അല്ല ഒരു കൊക്കയിലോട്ട് പോയി, ഉറങ്ങിപ്പോയി. രണ്ടാമത് ഞാൻ ഓടിച്ചു വന്നപ്പോൾ ഒരു വണ്ടി എൻ്റെ എതിരെ വന്നപ്പോൾ ഞാൻ വെട്ടിച്ചു, വണ്ടി മനഃപൂർവ്വം വെട്ടിച്ചു, അപ്പോഴും കൊക്കയിലോട്ട് പോയി. ഇതിന്റെ ഫലം എന്താ? ഒന്നല്ലേ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയപ്പോൾ വണ്ടി കൊക്കയിൽ പോയി, മനഃപൂർവ്വം ഞാൻ വെട്ടിച്ചു. അപ്പം പാപം ഒരു വ്യക്തി അറിയാതെ ചെയ്താലും അറിഞ്ഞുകൊണ്ട് ചെയ്താലും ഫലം ഒന്നാണ്. ഞാൻ വിഷം അറിഞ്ഞുകൊണ്ട് കുടിക്കുന്നത്, ഇപ്പൊ ആസിഡ്, വെളുത്തിരിക്കുന്ന ആസിഡ് ഞാൻ അറിഞ്ഞുകൊണ്ട്
ചത്തേക്കാന്ന് പറഞ്ഞു കുടിക്കുന്നു, പാകമെല്ലാം പൊള്ളുന്നു. ഞാൻ ഓടിച്ചെന്ന് അറിയാതെ എടുത്ത് കുടിക്കുന്നു, അകമെല്ലാം പൊള്ളുന്നു. ഫലം ഒന്നാണ് എന്ന് പറയുന്നത്. പാപം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ഇത് പാപമാണെന്ന് എനിക്ക് അറിയത്തില്ല ചെയ്താലും അതിന്റെ ഫലം ഒന്നാണ്. ഇപ്പം വണ്ടി ഓടിക്കുന്ന വ്യക്തി റോട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിയുടെ നിയമം ഒന്നും അറിയത്തില്ല. നാൽക്കവലെ മഞ്ഞലൈറ്റ് തെളിയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. നാൽക്കവലെ ചെന്നപ്പോൾ എങ്ങനെ തിരിഞ്ഞു കയറേണ്ടതെന്ന് അറിയത്തില്ല. അവൻ എങ്ങനെ ചെയ്താലും അവന് തെറ്റ് ശരിയും അറിയത്തില്ല. എന്താ കാരണം? അവന് നിയമം അറിയില്ല. സ്കൂളിൽ പഠിക്കുന്നതിന് നിയമമുണ്ട്, ഏത് ദിവസമാണ് യൂണിഫോം ഇട്ടുകൊണ്ട് വരേണ്ടത്, യൂണിഫോം ഇടാതെ വരേണ്ടതുണ്ട്. അപ്പൊ ഒരു വ്യക്തി തിരിച്ചുകൊണ്ട് നിയമം അറിയാവുന്ന വ്യക്തിക്ക് അറിയാം, ബുധനാഴ്ചയാണ് കളർ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ദിവസം തിങ്കളാഴ്ച വരുമ്പോൾ കളർ ഇടാവുന്ന, എടാ നീ എന്നാ ഇങ്ങനോട്ടെ, ഇതിന് നിയമം എങ്ങില്ല. കാരണം നിയമം അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം അറിയുമ്പോഴാണ് നമ്മൾ എന്തെല്ലാം കാര്യം തെറ്റിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ പാപം ഒന്നാമത്തെ കാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലെ ദൈവ സ്നേഹത്തെ നശിപ്പിക്കും. പാപം നമ്മൾ ചെയ്യുമ്പം ലഘുപാപങ്ങൾ ചെറുതായിട്ട് നശിക്കും, മാരക പാപങ്ങള് ഹൃദയത്തിലെ ദൈവ സ്നേഹത്തെ നശിപ്പിച്ചു കളയും. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നശിക്കും, അല്ലെ സ്നേഹം നശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. ദൈവത്തെയും ദൈവത്തോട് സ്നേഹം തോന്നുമല്ല, ദൈവിക കാര്യങ്ങൾ, പരിശുദ്ധ കുർബാന, പള്ളി, പ്രാർത്ഥന, അതിനോടുള്ള സ്നേഹം കുറയും. അപ്പൊ പാപം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവസ്നേഹം അല്ലെ നമ്മുടെ ഉള്ളിലെ ഹൃദയത്തെ സ്നേഹത്തെ നശിപ്പിച്ചിട്ട് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും അല്ലെങ്കിൽ ദൈവം തന്നതിനെയും, മാതാപിതാക്കളെ ഈശോ തന്നതാണ്. പള്ളിയിലെ പുരോഹിതനെ നമുക്ക് മാമോദിസ, ആദ്യ കുർബാന, നമ്മുടെ വിവാഹം, വീട് വെഞ്ചിരിപ്പ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരു വൈദികന്റെ ബ്ലെസ്സിങ് നമുക്ക് ആവശ്യമാണ്. അവസാനം മരിച്ച് ആ കുഴി വെഞ്ചിരിക്കാൻ വരെ ആ വൈദികം വേണം. അപ്പൊ ദൈവം തന്നതിനെയും ദൈവിക കാര്യങ്ങളോട് നമുക്ക് ഓട്ടോമാറ്റിക് അകൽച്ച വരും. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവസ്ഥലത്തു നിന്നോ ദൈവിക കാര്യങ്ങളിൽ നിന്നോ ആരും അകറ്റിക്കൊണ്ട് പോകണം, അവൻ സ്വയം അകന്നോളൂ. അതാണ് ആദത്തിന്റെ കൂടെ അത്രയും നേരം നടന്നുകൊണ്ടിരുന്ന ഈശോയുടെ കൂടെ അവർ നടന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഈശോ അന്നും പതിവ് പോലെ വന്നു, ഇല്ലേ? ഈശോ അന്ന് പതിവ് പോലെ വന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവരകന്നു, ഈശോയിൽ നിന്നകന്നു. ഇവര് പോയി ഒളിച്ചിരുന്നു. അപ്പോൾ ഒളിച്ചിരിക്കുക, മറഞ്ഞിരിക്കുക, ഈ പ്രവണത നമുക്ക് എവിടെ? ദൈവസ്ഥലത്ത്. ഇപ്പം ഞങ്ങളൊക്കെ നേരത്തെയൊക്കെ ഈ വലിയ പ്രാർത്ഥനയില്ല വരുമ്പോൾ എങ്ങനെയെങ്കിലും പുറകെ നിൽക്കണം. അച്ഛൻ നമ്മളെ കാണാല്ല, പക്ഷെ അച്ഛനെ കാണാതെ എങ്ങനെയല്ല എനിക്ക് കുർബാനയ്ക്ക് പങ്കെടുക്കണം, അല്ലെ തൂണിന് പോയി മറഞ്ഞു നിൽക്കും. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യും. അത് നമുക്കറിയത്തില്ല, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രേരണ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേ, ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും, ദൈവിക കാര്യങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെടും. രണ്ടാമത്തെയാണ് പാപം നമ്മുടെ ഉള്ളിലാണ്, നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തും. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം മറ്റു വ്യക്തിയെ നമ്മൾ പഴിയാരും, മറ്റുള്ളവരെ പഴിക്കും. ഹൗവ ആദത്തിന് പറഞ്ഞു, ആദം പറഞ്ഞു ദൈവത്തെ പഴിച്ചു. ദൈവം കൂട്ടിന് തന്ന സ്ത്രീ. ഹൗവ പറഞ്ഞു ഈ സർപ്പം എന്നെ പറ്റിച്ചു. അപ്പം ദൈവം ആദത്തോട് ചോദിച്ചു, പറഞ്ഞു നീ കൂട്ടിന് തന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെയാ. അപ്പൊ നമ്മൾ പാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിലയിൽ നമ്മൾ പഴിയാരി അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഒന്ന് ദൈവസ്നേഹം പോകും, രണ്ട് മറ്റുള്ളവരെ നമ്മള് കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയും. രണ്ടാമത്താണ് പാപം നമ്മൾ ചെയ്യുന്ന ന്യായീകരണം തരും. പാപം ഏറ്റു പറയാതിരിക്കാൻ പാപം ചെയ്യുന്നത് ഇങ്ങനെയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തിലേക്ക് നമ്മളെ നോക്കിയിട്ട് പറയും, അച്ഛന്മാരത് ചെയ്യുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന ചേട്ടന്മാരത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് ചെയ്യാതിരുന്ന ആണോ? അതുകൊണ്ട് വചനം പറയുന്ന ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യരുത്. എല്ലാവരും ചെയ്യുന്നു, നീ ചെയ്യരുത്. അങ്ങനെ പാപത്തിൽ നിന്ന് ഏത് വ്യക്തി മാറി നിൽക്കുന്നുവോ ആ വ്യക്തിയാണ് ദൈവം ഉപയോഗിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നു, അത് ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് വചനം പറയാണ് ഭൂരിപക്ഷത്തോട് ചേർന്ന ഇവർ. അവരെല്ലാം ചെയ്യുമ്പോഴും ദാനിയേലും 3 യുവാക്കളും എല്ലാവരും ബിംബത്തെ കുമ്പിട്ട് ആരാധിച്ചപ്പോൾ അവര് ഇത് ദൈവാരാധനയ്ക്ക് വിരുദ്ധമെന്ന് മാറി നിന്നവരുടെ കൂടിയാണ് ഈശോ നിന്നത്. ഭൂരിപക്ഷത്തോടു കൂടിയല്ല ദൈവം നിൽക്കുന്നത്. ആരാണോ ദൈവവചനം അനുസരിക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്, അവൻ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ അവന്റെ കൂടെ ദൈവം ഉണ്ടാവും. മറ്റുള്ളവരോട് ചിലപ്പോൾ ദൈവം കാണണമെന്നില്ല, ഭൂരിപക്ഷം ഉണ്ടാവും. ആരാണ് എങ്ങനെയെന്ന് ന്യായീകരണം കൊണ്ടുവരും. അതാണ് നമ്മളെ എപ്പോഴും പാപം എന്നിട്ട് എന്തിനാ അവരുടെ ന്യായീകരണം വെച്ചാൽ എന്റെ പാപം മാറാതിരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ചെയ്യും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണം. എന്തിനാ? ഈശോയുടെ ശുശ്രൂഷയിലേക്ക് വളരുവാൻ, ഈശോയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മൾ ചെയ്യണം. കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒന്നുകൂടി സ്തുതിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന 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 ആരാധന. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഈശോയെ ആരാധന 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 ആരാധന.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചിടണമേ. പാപം നമ്മളിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹൃദയ തുറവി നഷ്ടപ്പെടുത്തും. നമ്മുടെ ഹൃദയ തുറവി നഷ്ടപ്പെടുത്തും. അതായത് നമ്മൾ ഒരു വീട്ടിൽ തന്നെയായിരിക്കും. നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാണപ്പെട്ട ദൈവം ആരാണ്? നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറ്, രണ്ടും മാതാപിതാക്കൾ, അല്ലെ? അപ്പൊ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെങ്കിൽ നമ്മുടെ ഹൃദയ തുറവി, ഹൃദയത്തിലുള്ള അകൽച്ച മാതാപിതാക്കളിൽ നമുക്കുണ്ടാവും പാപം നമ്മൾ കയറുമ്പോൾ. പക്ഷെ ഒരു വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്, അച്ഛന്റെ അമ്മയുടെയും കൂടി ഒരു മേശ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഹൃദയത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാവും ഇവര് തമ്മിൽ. അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ പുറമെ ഒരു വ്യത്യാസമില്ല, നമ്മൾ നന്നായിട്ട് വരുന്നു, വർത്താനം മനസ്സിലാവും. പക്ഷെ ഹൃദയത്തിൽ പാപം കയറിയാൽ നമുക്ക് ഇവരോട് ഓട്ടോമാറ്റിക്കായിട്ട് അകൽച്ച വരും, ഒളിവുണ്ടാവും. ഒളിവ് നേരത്തെ ഒരു ആൺകുട്ടി പെൺകുട്ടി അമ്മയോടെല്ലാം തുറന്നു പറയുന്നതായിരുന്നു. ഈ പാപം കയറി വരുമ്പം മറച്ചു പിടിക്കേണ്ടതുകൊണ്ട് പതുക്കെ ഒളിവുമറ വരുമ്പം അകൽച്ചയുണ്ടാകും. അകൽച്ച, നേരത്തെ തുറവിയില്ല, അമ്മയോടെല്ലാം പറയുമായിരുന്നു, ഇപ്പൊ ആ തുറവിയില്ല. കണ്ടോ? അപ്പൊ പാപം നമ്മുടെ ഉള്ളിൽ കയറിയാൽ, അതുകൊണ്ടാണ് ഹോളി സ്പിരിറ്റിനെ സൂചിപ്പിക്കാൻ ബൈബിളിൽ കാണിക്കുന്ന ഒരു പ്രതീകം പരിശുദ്ധാത്മാവാണ്. ഈവിൾ സ്പിരിറ്റിനെ സൂചിപ്പിക്കാൻ സിനിമയിൽ കൂടുതൽ കാണിക്കുന്ന വാവലിനെയാണ്. ഒരു പക്ഷിയുണ്ട്, മനസ്സിലായോ? ആ വാവലിന്റെ, ആ പക്ഷിയുടെ തമ്മിൽ വ്യത്യാസം ഞാൻ പറയുന്നില്ല. പക്ഷെ വാവൽ ഒരിക്കലും ട്യൂബ്ലൈറ്റിന്റെ അടി വന്ന് കിടക്കത്തില്ല, പ്രകാശത്തിന്റെ അടിയിൽ. ഏതെങ്കിലും ഒടിഞ്ഞ ഓല, നമുക്കറിയാം, ഒരു വാതില അടഞ്ഞു പൂട്ടി കിടക്കുന്ന ഒരു വാതിൽ ഇങ്ങനെ തുറക്കും, വാവലിനോടി പറക്കുന്നു. എന്താ കാരണം? വാവൽ അടഞ്ഞ സ്ഥലത്ത് കിടക്കുന്നത്. ആ വാവൽ ഒരിക്കലും പ്രകാശം. അതെന്തിനാണ്? ദുഷ്ടാരൂപി, തിന്മയുടെ അരൂപിയെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റിനെ സൂചിപ്പിക്കാൻ ഈ പ്രാവിനെ കാണിക്കുന്നു. അപ്പം ഒരു വാവലിന് ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ, തിന്മയുടെ അരൂപിക്ക്, പാപത്തിന്റെ അരൂപിക്കുകയാണെങ്കിൽ തുറവിയുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവൻ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ തുറവി നഷ്ടപ്പെടും. അവൻ അടഞ്ഞിരിക്കും. അവൻ പറയും, കുമ്പസാരിക്കരുത്, അച്ഛൻ എന്നാ വിചാരിക്കും, നീ പറയരുത്, അച്ഛൻ നിന്നെ അറിയുന്നത് അവൻ പറയരുത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെളിപ്പോകും. അപ്പൊ തിന്മ നമുക്ക് തരുന്നത്, കുമ്പസാരം തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുമ്പസാരനോട് ഒരു പേടി തരും, വിറയിൽ തരും. അയ്യോ അച്ഛൻ എന്നാ വിചാരിക്കും. കാരണം എന്താ? ഇവന് ഇതിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ ആ പേടിയെ അതിജീവിച്ച് ആ കുമ്പസാരക്കൂടി ചെന്ന് അച്ഛ അല്ലെങ്കിൽ ഈശോ എന്ന് കണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വെളിപ്പോകും. ഇവന് തുറവിയുള്ളിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അവന് ഈ രഹസ്യാത്മകത ഉണ്ടാകണം. അപ്പം നമ്മുടെ തുറവി നഷ്ടപ്പെടും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എത്രമാത്രം പാപം എത്രമാത്രം തുറന്നു പറയുന്നുവോ അതനുസരിച്ച് വിട്ടുപോകും. സാഹചര്യങ്ങള്, അവസ്ഥകളെല്ലാം. ഒരു വ്യക്തി സമയമെടുത്ത് കുമ്പസാരിക്കുകയാണ്. ഒരു വ്യക്തി ഞാൻ ഒരാളെ തല്ലിന്ന് പറയുന്നതും ഞാൻ എപ്പോൾ എന്ത് കാരണം കൊണ്ട് ആരെ തല്ലി എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് പറയുമ്പോഴത്തേനും പാപം വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയും, ഞാൻ ഒരാളെ തളിച്ചു, ഒരാൾ ഇങ്ങനെ ചെയ്തു. അങ്ങനെയല്ല, നമ്മൾ ആ സാഹചര്യങ്ങൾ പറയണം. അപ്പൊ നമ്മൾ പ്രാർത്ഥന. അപ്പം ഇനി മറ്റൊരു കാര്യമാണ്, ഈ പാപം നമുക്ക് തരുന്നത് നിരാശ, കുറ്റബോധം എന്നിവ നമുക്ക് തരും. നിരാശ, കുറ്റബോധം തരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ തന്നെ വേറെ ഒരു കൊച്ചു എന്നോട് പറഞ്ഞ, അപ്പൊ ആ പെൺകൊച്ചു പറയുന്നതിന്, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ നശിച്ചു, എന്റെ ജീവിതം പാഴാ, എന്തിനിങ്ങനെ ജീവിക്കണം? ഇങ്ങനെ സ്വയം പാപം. ആ പാപം എപ്പോഴെന്നറിയോ? ചിലപ്പോ ഒരു വ്യക്തി പാപം ഇങ്ങനെ വെച്ചുകൊണ്ട് പോകും, ചില ബന്ധങ്ങളായിരിക്കും, ചില കാര്യങ്ങൾ. പക്ഷെ അതിന്റെ എൻഡിന്റെ അവസാനമായി വരുന്നത്. ഇപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ പാപം അവസാനം നമ്മളെ കൊണ്ട് ഇങ്ങനെ ആക്കി തീർക്കും. അത് കഴിഞ്ഞ് നിരാശ, നമ്മൾ വേറെ അവസ്ഥയിലേക്ക് പോകും. പാപം ആദ്യം ഒറിജിനൽ സ്വഭാവം കാണിക്കുമല്ല. ആദ്യം ഇതാണ് ആദത്തോട് പറയുന്നത്, മോഹന വാഗ്ദാനങ്ങളാണ് ആദത്തിന് കൊടുക്കുന്നത്. നീ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. അങ്ങനെ നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഈ പാപം നമ്മളെ കൊണ്ട് പടുകുഴിച്ചടിക്കും. ആദ്യം പാപത്തിന് സുഖമുണ്ടാകും. കെണിയുടെ പ്രത്യേകത, 3 പ്രത്യേകത. കെണിയുടെ 3 പ്രത്യേകത. എലിനെ പിടിക്കുന്ന എലിക്കണി വീട്ടിലുണ്ടല്ലോ, പറ. കെണിയുടെ 3 പ്രത്യേകത. അത് ഏതൊരു പ്രത്യേകത പറയാം? കെണിക്കകത്ത് 3 പ്രത്യേകതകളുണ്ട്. എലിക്കണിയാന്ന് വെച്ചു, എലിനെ പിടിക്കാൻ എങ്ങനെയാ വെക്കുന്നേ? അതിനകത്ത് 3 പ്രത്യേകത ഉണ്ട്. ചിന്തിച്ച് പറഞ്ഞേ. ഒരു ആ എലിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അതിനകത്തുണ്ട്. പിന്നെ കറക്റ്റാ, ഓക്കെ. ഇനി നിങ്ങൾ പറയുന്ന കറക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ തനിയെ വിളിയാൻ പോകാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത നിങ്ങൾ പറയുന്നത് ഞാൻ തന്നെ പറയാം. കെണിയുടെ പ്രത്യേകം 1, കെണിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. എലി വരുമ്പോൾ ഇത് കെണിയാണെന്ന് പറഞ്ഞാൽ കരുതുന്നത്. 2, കെണിയിലേക്ക് എപ്പോഴും ഒരു ആകർഷണം ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ആകർഷണം. 2, 3, കെണിയിൽ നിന്ന് തനിയെ മോചനം ഇല്ല. കെണിയുടെ 3 പ്രത്യേകത. 1, കെണിയാണെന്ന് തിരിച്ചറിയാൻ
സാധിക്കുകയില്ല. കെണിയിലേക്ക് എപ്പോൾ ഒരു ആകർഷണം ഉണ്ടാകും. 3, കെണിയിൽ നിന്ന് തനിയെ മോചനമില്ല. അപ്പൊ പാപം ചെയ്യുന്ന ഇതാണ് നമ്മളെ കൊണ്ട് ആദ്യ സുഖം ഇതെല്ലാം കാണിച്ച് നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കും. ഇതെല്ലാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാപത്തിന്റെ മേഖല നമ്മൾ തുറന്നു പറയണം. പാപം വെച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയാന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ ഒരു ഉപകരണമാകും. ഇനി പാപം ചെയ്യുന്ന അടുത്തൊരു മേഖല, പാപം ചെയ്യുന്ന ഒരു വ്യക്തി അടിമയായി കഴിയുമ്പോൾ അവൻ, ശ്രദ്ധിച്ചേ, ആ വ്യക്തി, ആ പെൺകുട്ടി, ആ ആൺകുട്ടി, പാപത്തിന്റെ ഈശോയുടെ അടുത്ത് വരുന്ന അവന്റെ പേരെന്താ മരുഭൂമി വരുന്നേ? പ്രലോഭകൻ എന്നാ പറയുന്നത്, പ്രലോഭകൻ. അപ്പം പാപം ചെയ്യുന്ന ഒരു വ്യക്തി, പാപം വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയുടെ വ്യക്തിയാണ്. തിന്മ എപ്പോഴും നോക്കുന്നത് ഈശോ നമുക്ക് തന്ന വിശുദ്ധിയെ നശിപ്പിക്കുക എന്നാണ് സാത്താന്റെ ലക്ഷ്യം. അപ്പോൾ പാപം ചെയ്യുന്ന വ്യക്തി സാത്താന്റെ ഏജന്റാണ്. പിന്നെ ഈ പെൺകുട്ടി, ഈ ആൺകുട്ടി, അവൻ പ്രലോഭകനായി മാറും. അല്ലയോ? പാപം ആര് വെച്ചുകൊണ്ട് നടക്കുന്നു? മറ്റുള്ളവരുടെ വിശുദ്ധി നശിപ്പിക്കാൻ സംസാരം, മെസ്സേജ് അയക്കുക, നോട്ടം, ഈ മേഖല വഴി ഇവൻ സാത്താന്റെ ഉപകരണവും. പിന്നെ മറ്റുള്ളവരുടെ വിശുദ്ധി നശിപ്പിക്കുകയാണ് ഇവൻ. ഇവൻ സാത്താന്റെ ഉപകരണമാണെന്ന് പോലും ഇവൻ അറിയത്തില്ല. അവന്റെ ലക്ഷ്യം ആ പറുദീസയിൽ പറഞ്ഞ, ആദത്തോട് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങള് നൽകി ആ വ്യക്തിയുടെ ഉള്ളിലെ വിശുദ്ധി നശിപ്പിക്കുക എന്നാണ് പിശാചിന്റെ ലക്ഷ്യം. പക്ഷെ ഇവനത് അറിയത്തില്ല. ഇവനെ അറിയത്തില്ല. ഇവന്റെ അജ്ഞതയിലൂടെ ഇപ്പൊ എന്നെ ഈശോ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾ പാപത്തിന്റെ ഉപകരണമാണെങ്കിൽ നിങ്ങളെ പിശാച് ഉപയോഗിക്കും. ഞാൻ ഈശോയോട് ചേർന്ന് നിന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ ഈശോ എന്നെ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾ പാപത്തിന്റെ അകത്താണെങ്കിൽ മറ്റുള്ളവരുടെ വിശുദ്ധി നശിപ്പിക്കാൻ നിങ്ങളെ ഉപയോഗിക്കും. അപ്പം ഈ ശുശ്രൂഷയിലേക്ക് വരുന്ന വ്യക്തിക്ക് പാപം ഉണ്ടാകും. ദൈവഭക്തി എന്നാൽ തിന്മയെ വെറുക്കലാണ്. ദൈവഭക്തി എന്നാൽ തിന്മയെ വെറുക്കലാണ്. അപ്പൊ നമ്മുടെ പാപം എത്രമാത്രം ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ച് പാപം ചിന്തിക്കേണ്ടത്. 1, ചിന്തകൾ വഴി, ഞാൻ ചിന്ത വഴികൾ വഴി ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യം ചെയ്യുന്നു. 2, എന്റെ കാഴ്ചകൾ വഴി, കുമ്പസാരിക്കാൻ ചിന്തിക്കുന്നത് എന്റെ ചിന്തകൾ കൊണ്ട് ഞാൻ എല്ലാം ചിന്തിക്കുന്നു. കണ്ണുകൾ കൊണ്ട് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാണ്, ഞാൻ സംസാരിക്കുന്നത്, എന്റെ പ്രവർത്തികൾ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുമ്പസാരിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ പാപം ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റു വ്യക്തിയെ പാപത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി തീരും. അപ്പം ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ഇങ്ങനെ പറയാണ്, ഇങ്ങനെ പാപം ചെയ്യുന്ന ചിന്തകൾ വഴി ചെയ്യുന്ന പറയുന്നത് സുഭാഷിതങ്ങൾ 28:13 പറയാണ്, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിന്റെ കരുണ കിട്ടും. എത്ര പാപം ചെയ്താലും ഈശോ നമ്മളെ ഉപേക്ഷിക്കുവല്ല. നമ്മളാണ് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ട്, ചിലവർ പറയുന്ന എന്നെ ബൈക്കിൽ നിന്ന് ഈശോ ഉരുട്ടിയിട്ടു. ഇല്ല, ഈശോ അങ്ങനെ ചെയ്യത്തില്ല. വിഷം കഴിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ തല്ലിക്കൊല്ലാൻ വരുവല്ല, അവൻ തന്നെ ചത്തോളും. മനസ്സിലായോ? അതെന്താണ് കാരണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് തന്നെ നമുക്കുള്ള ശിക്ഷ ഉണ്ട്. ഒരു അമ്മ പറഞ്ഞു, കുഞ്ഞെ ഇപ്പൊ ഉണ്ടെന്നൊരു നിങ്ങൾ മനസ്സിലാവുന്നില്ല, വിളക്കെ പിടിക്കരുത്. പഴയ കാലത്തെ വിളക്കില്ല, തിരി വിളക്കെ പിടിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞ് അമ്മ പറഞ്ഞ കേൾക്കാതെ പോയി പിടിച്ചു. അപ്പൊ കുഞ്ഞ് പറയും, എന്റെ കൈ പൊള്ളി, എന്റെ അമ്മയെ കൈ പൊള്ളിച്ചെന്ന് പറഞ്ഞാലോ? അല്ല, അമ്മയല്ല കൈ പൊള്ളിക്കുന്നത്. ഇവിടെ റോഡിൽ ബമ്പുണ്ട്, കുഴിയുണ്ട്, സ്പീഡ് കുറച്ച് പോകണമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ ഞാൻ സ്പീഡിൽ പെട്ടു, ഞാൻ പടത്തിൽ പെട്ടു. അപ്പൊ പഞ്ചായത്തുകാരോ ഗവൺമെന്റുകാരോ എന്നെ ഇത് കൂടി ചെയ്ത് അല്ല, ഞാൻ ശ്രദ്ധിക്കാതെ നിയമം അനുസരിക്കാതെ. അപ്പം ഈശോ അല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ അകത്ത് തന്നെ ശിക്ഷയുണ്ട്. എല്ലാവരും ഇവിടെ ചിന്ത എന്നറിയോ? ഈശോ പാപം ചെയ്ത് നമ്മളെ ശിക്ഷിക്കുന്ന വ്യക്തി, ഈശോ ശിക്ഷിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് തന്നെയാണ് നമുക്കുള്ള ശിക്ഷ. ആ പ്രവൃത്തിക്കകത്തുണ്ട്. നമ്മൾ വിഷം കുടിക്കുമ്പോൾ അതിനകത്തുണ്ട്. ഈശോ ഒരാളെ ഇതുകൊണ്ടില്ല, അതിനകത്തുണ്ട്. അപ്പൊ ഈശോ നമ്മളെ രക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് മാലാഖ എന്ന് പറയുന്നത്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈശോ രക്ഷിക്കുന്ന വ്യക്തിയാ, ഈശോ നമ്മളെ ഉപേക്ഷിക്കുന്ന വ്യക്തിയല്ല. അപ്പം തെറ്റു മറച്ചു വെക്കുന്നവൻ എന്തുണ്ടാവും? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇപ്പൊ പറയാം. ഇനി എനിക്ക് ഇങ്ങനെ ദിവ്യാനന്ദം ഇന്ന് പ്രാർത്ഥിച്ചപ്പോ ഈശോ നാരങ്ങാ മിഠായി തന്നിട്ട്, നമുക്ക് നാരങ്ങാ മിഠായിക്ക് എന്നെ വിലയുണ്ട്. നാരങ്ങാ മിഠായി തന്നിട്ട് തലമുറകളെ അടിച്ചു കൊണ്ടുപോകുന്ന സാത്താൻ, തലമുറകൾ. അതിനൊരു ഭാഗം പറയാം, അതൊരു പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് അശുദ്ധമാകുന്നു. എന്താ അശുദ്ധമാകുന്നു? ആത്മാവ് അശുദ്ധമാകും, അല്ലെങ്കിൽ ജീവൻ അശുദ്ധമാകും. ലേവ്യരുടെ പുസ്തകത്തിന്റെ ഈശോ പറയുകയാണ്, ഒരു മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. രക്തം ഭക്ഷിക്കുന്നവനെ ഈ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കണം. കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. എന്താണ്? രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ജീവൻ എവിടെ ഇരിക്കുന്നത്? ഈശോയുടെ രക്തത്തില്.
നമ്മൾ പരിശുദ്ധ കുർബാന വഴി എന്ന് സ്വീകരിക്കുന്ന എന്താണ്? ഈശോയുടെ രക്തം. ഈശോ പറയും, മൃഗത്തിന്റെ രക്തം നീ കഴിക്കരുത്, മനുഷ്യരുടെ രക്തം നീ കഴിക്കരുത്, പക്ഷേ ഈ ഈശോയുടെ രക്തം നീ സ്വീകരിക്കും, കാരണം ആ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അപ്പൊ ഈശോ പറയണേ, മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ ഒരു രക്തവും നീ ഭക്ഷിക്കരുത്, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവൻ അശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അവന്റെ ബ്ലഡ് അശുദ്ധമാകുന്നു. എന്താ അശുദ്ധമാകുന്നു? ബ്ലഡ് അശുദ്ധമാകും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാപത്തിന്റെ സുഖം തന്ന പിശാച് നിങ്ങളുടെ ബ്ലഡിനെ അശുദ്ധമാക്കി കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ പറയും, എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ ചോരയാണ്. എന്താണ് എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ? അപ്പൊ ആരാ എന്റെ മക്കൾ? എന്റെ ചോര. നമുക്കുള്ള ബന്ധം അപ്പനും അമ്മയും സഹോദരനുള്ള രക്തബന്ധമാണ്. നിങ്ങളുടെ ബ്ലഡ് അശുദ്ധമായാൽ തലമുറ അശുദ്ധമാകും. പിശാച് നിങ്ങൾക്ക് ചെറിയ സുഖം തന്ന് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകും. ഇപ്പോഴേ അതിന് നിങ്ങൾ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുക. വിവാഹ ജീവിതം വിശുദ്ധിയിൽ പ്രവേശിക്കാതിരിക്കാൻ യുവതി യുവാക്കളെ മാധ്യമത്തിലൂടെ മീഡിയയിലൂടെ വിശുദ്ധമായ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിക്കാതിരിക്കുവാൻ അവരെ ഇപ്പോഴേ പഠിക്കണം. നിങ്ങളുടെ ബ്ലഡ് അശുദ്ധമാക്കിയിട്ട് നിങ്ങളുടെ തലമുറയെ അശുദ്ധമാക്കും. പാപം നമ്മുടെ ഉള്ളിൽ, പാപം എല്ലായിടത്തും നമ്മുടെ കൂടെ വന്നിട്ട് അവിടെ വേണ്ടാത്തടത്തെല്ലാം തടസ്സം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാകും. പാപത്തെ കൂട്ടുപിടിച്ചു കൊണ്ടുപോകരുത്. പാപം അപ്പോൾ ഈശോയ്ക്ക് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ പാപം മാറ്റുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ നിങ്ങളിൽ വിശുദ്ധി ഉണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളെ, വ്യക്തികളെ നിങ്ങൾക്ക് കൂട്ടിച്ചത് ഒറ്റ കാര്യം മതി, ആഗ്രഹം മതി. ഈശോ, എനിക്ക് ഒരാളെങ്കിലും രക്ഷിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്റെ കൂടെ വരണത്. മോശയെ വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് വിക്കുണ്ട്, എനിക്ക് അറിയത്തില്ല, അപ്പൊ അഹ്റോനെ കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ആഗ്രഹവും വിശുദ്ധി, പാപത്തെ ഉപേക്ഷിച്ചാൽ, കുമ്പസാരിച്ച് പാപത്തെ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ഈശോ ഉപയോഗിച്ചോളും. ബുദ്ധി കൊണ്ട് ഒന്നും അറിയണ്ട, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒന്നും അറിയണ്ട. ഈശോ, എനിക്ക് ഒന്നും അറിയത്തില്ല, അങ്ങനെ പറയുമ്പോൾ ഈശോ ഉപയോഗിക്കും. ഇനി അപ്പൊ ശ്രദ്ധിച്ചോണം, നമ്മൾ പാപത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒന്ന്, ഹൃദയത്തിലെ ദൈവസ്നേഹത്തെ നശിപ്പിക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ടത് കുറ്റബോധമല്ല, പാപബോധമാണ്. കുറ്റബോധവും പാപബോധവും തമ്മിലുള്ള വ്യത്യാസം. കുറ്റബോധം എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ നടന്നു പോയപ്പം എന്നെ പാമ്പ് കടിച്ചു, എന്നിട്ട് മൂർഖം പാമ്പ് ഇങ്ങനെ ഏറ്റിരിക്കുക. അപ്പൊ ഞാൻ ഈ പാമ്പിനെ നോക്കി കരയുന്നതാണ് കുറ്റബോധം. അയ്യോ, എന്റെ പാമ്പ് എന്നെ കടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പാമ്പിനെ നോക്കി കരയുക. അതുകൊണ്ട് എനിക്ക് ഉത്തരമില്ല. എന്നാൽ ഈ വിഷത്തിന് വേണ്ടി ചികിത്സ ചെയ്യുന്ന വൈദ്യനെ നോക്കി കരയുന്നതാണ് പാപബോധം. എന്റെ ഈശോയെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാണ് പാപബോധം. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ, എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തില്ല, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ഈശോ അറിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തുള്ളൂ, ഇനി എന്നെ ഈശോ എന്നോട് ക്ഷമിക്കുക, എന്നെ ഇങ്ങനെ നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കുറ്റബോധം. പാപബോധം എന്ന് പറയുന്നത് ഈശോയുടെ അടുത്ത് പോയി കരയുന്നതാണ്, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതാണ് നമുക്കുണ്ടാണ്. ഇനി ഈശോ പറയുന്ന ഒരു കാര്യമാണ്, തെറ്റു മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിന്റെ കരുണ ഏറ്റുപറയുക. എന്തിനാ ഈശോ പറയുന്നത്? സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അല്ല, ഈ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല. അതായത് മനുഷ്യന്റെ സ്വഭാവം നമ്മൾ ഇപ്പൊ കേട്ടു. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോവാ, വണ്ടി ഇടിച്ചു, എന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മളുണ്ട് തർക്കിച്ച് അവരുടെ ഭാഗത്തെ തെറ്റെന്ന് വരുത്തി തീരുക. മനുഷ്യൻ എപ്പോഴും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം 3 കാര്യങ്ങൾ ചെയ്യും. ഒന്നെങ്കിൽ അവൻ ന്യായീകരിക്കും, 2 പഴിചാരും, അല്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കും. അപ്പൊ മാതാപിതാക്കൾ നമ്മളോട് ചോദിക്കുക, തെറ്റ് ചെയ്തു, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മനുഷ്യന്റെ സ്വഭാവം, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, നമ്മൾ തർക്കിക്കും, അല്ലെങ്കിൽ ന്യായീകരിക്കും, അല്ലെങ്കിൽ എന്തിനും മറ്റു വ്യക്തി കൊണ്ട പഴി. അങ്ങനെ ഒപ്പം ഈശോ പറയുകയാണ്, മകനെ മകളെ, നിനക്ക് തെറ്റ് പറ്റിപ്പോയെന്നൊന്ന് സമ്മതിക്കാമോ? നീ ഏറ്റു പറയാമോ? ഞാൻ നിന്നോട് ക്ഷമിക്കാം. നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ആരാധന. അതുപോലെ സ്തുതിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷകളുടെ ആമേൻ. അപ്പോൾ എത്ര പാപം ചെയ്താലും ഈശോ നമ്മളോട് ക്ഷമിക്കും. നമ്മൾ ഒരുങ്ങി കുമ്പസാരിക്കണം. ഓർത്തോർത്ത് ഒരുങ്ങി കുമ്പസാരിച്ചാൽ ഈശോ നമ്മളോട് ക്ഷമിക്കും. ഈശോ ഫൗസ്റ്റീനയോട് പറയുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈശോ ഫൗസ്റ്റീനയോട് പറയാണ്, 2882 ഖണ്ഡികയിൽ പറയാണ്, ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു,
എന്റെ പ്രിയ കുഞ്ഞെ, നിന്റെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ച് വലിയ ദുഃഖത്തോടെ നീ അനുതപിച്ചപ്പോൾ നിന്നോടുള്ള കരുണയാൽ എന്റെ ഹൃദയം അലിഞ്ഞു. നീ ദുഃഖത്തോടെ പശ്ചാത്തോടെ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം അലിഞ്ഞു. ഇനി ഈശോ പറയുന്ന മറ്റൊരു ഭാഗമാണ് തിരുഹൃദയാനുകരണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈശോ പറയാണ്, എന്നോടുകൂടെ കുരിശിൽ തൂക്കപ്പെട്ട കള്ളനെ പോലെ നീ ഒരു മഹാപാപിയായിരുന്നാലും. ഈശോയുടെ കൂടെ കുരിശെ തറച്ച ഒരു കള്ളനെ പോലെ നീ മഹാപാപിയ. പൗലോസിനെ പോലെ നീ എന്നെ പീഡിപ്പിച്ചവനായാലും, പത്രോസിനെ പോലെ നീ എന്നെ തള്ളിപ്പറഞ്ഞവനായാലും, നീ നല്ലൊരു കുമ്പസാരം നടത്തുന്നുവെങ്കിൽ നിന്റെ സകല പാപങ്ങളും ഞാൻ ക്ഷമിക്കും. അപ്പൊ വന്നുപോയ തെറ്റല്ല, നീ നമ്മൾ പാപത്തെ കളയുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഈശോ നമ്മളോട് ക്ഷമിക്കും. അതാണ് ഫൗസ്റ്റീനോട് വീണ്ടും ഈശോ പറയാണ്, ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും മാനുഷികമായി നോക്കിയാൽ രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷയ്ക്ക് വകയെങ്കിലും. ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇവനൊക്കെ ഇത്രയായി, പോലീസുകാരെ ഉപേക്ഷിച്ച വ്യക്തികളുണ്ട്, ഇവനൊന്നും രക്ഷപ്പെടുവല്ല, ഇവന്റെ പാപത്തിൽ ഇവൻ രക്ഷയില്ല. അങ്ങനെ പറയാണ്, ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും മാനുഷികമായി നോക്കിയാൽ രക്ഷപ്പെടാൻ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞു തോന്നിയാലും ദൈവദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവകരുണയുടെ അത്ഭുതം ആത്മാവിനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാലും ഈശോയിൽ ആശ്രയിച്ചാൽ ഈശോ നമ്മളെ രക്ഷിക്കും. അതായത് കുരിശിൽ തൂക്കപ്പെട്ട ആ കള്ളനെ പോലെ പാപിയായിരുന്നാലും, പൗലോസിനെ പോലെ പീഡിപ്പിച്ചവനായാലും, പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞാലും ഈശോ നമ്മളോട് ക്ഷമിക്കും. ഒറ്റക്കാര്യം ചെയ്തവයි, ഈശോയെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ വൈകണേ. അതുകൊണ്ട് ഈശോ പറയുന്നത് എങ്ങനെയാ, ഇഷ്ടമുള്ളത് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നല്ലതും നന്മ ഏതാ തിന്മ ഏതാന്ന് നിനക്ക് തിരിച്ചറിയുന്നു. ഇനി നിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ കൈയടത്തത്തില്ല, അത് നിന്റെ സ്വാതന്ത്ര്യം ഞാൻ വിട്ടു തരുന്നു. തെറ്റ് ശരി, അങ്ങോട്ട് പോയാൽ കൊക്കയുണ്ട്, പോയാൽ നീ വീഴും എന്ന് പറഞ്ഞു തരും, ഇങ്ങോട്ട് പോയാൽ നല്ല വഴിയാന്ന് പറയും. ഇഷ്ടമുണ്ട് നിനക്ക് സെലക്ട് ചെയ്യാം. പാപം വേണോ സെലക്ട് ചെയ്യാം, ഈശോയെ വേണോ സെലക്ട് ചെയ്യാം. ഈശോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കൈവെക്കത്തില്ല, തെറ്റ് ശരിയും പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. ഈശോയെ ഇത് തെറ്റ്, അതെനിക്ക് വേണ്ട, ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയുടെ കൃപ നമ്മളിൽ നിറയാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പിടിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് കർത്താവിന് വലിയ കൃപ നിറയപ്പെടുവാൻ വേണ്ടി പരിശുദ്ധി അമ്മയെ നല്ലൊരു കുമ്പസാരം നടത്തി ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോയുടെ സാക്ഷിയായി തീരുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ എല്ലാവരും ഈശോയുടെ മക്കളാണ്, കുറവുകളുള്ളതാണ്. കർത്താവ് നിന്റെ കരുണയെ ഞങ്ങൾ എല്ലാവരും ആശ്രയിക്കുന്നു. കൂടുതൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് നന്നായിട്ട് അല്പം സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൃപയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന 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 ആരാധന. കരങ്ങൾ കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പിടിക്കാം. പരിശുദ്ധാത്മാവേ ഈ സമയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഇതെല്ലാം ഈശോയുടെ സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ കൃപ തരണമേ. ഞങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന് കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനോട് നന്ദി പറയുന്നു. ഞങ്ങളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയോർത്ത് നന്ദി പറയുന്നു. കർത്താവെ അനേകം മക്കളെ രക്ഷിക്കുവാൻ ഞങ്ങളെ വേർതിരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാന്റെ അപേക്ഷിച്ചിടണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.